ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമ്മൾ ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മൾ അന്ന് നട്ട് വയ്ക്കാൻ മുറിച്ച് നട്ടില്ലേ ഈ ബീറ്റ്റൂട്ടിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ ബാക്കി സൂക്ഷിച്ച് വെച്ചായിരുന്നാണ് നമ്മളത് ഉപയോഗിച്ച് എന്നും ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ ഇന്നലെ ലാസ്റ്റ് ഉണ്ടാക്കിയത് അത് ഞാൻ ഇന്നലെ അടയുടെ കൂടെ പിള്ളേർക്ക് കൊടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ഇന്നലെ ഉണ്ടാക്കിയതാട്ടോ ഇതാ. ആദ്യമേ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ച് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണേ. ഇത്രയും ദിവസമായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജലാംശമൊന്നും പോയിട്ടില്ല കേട്ടോ. അതിൽ കണ്ടോ നല്ലപോലെ തന്നെ അതിൻ്റെ നീരൊക്കെ ഉണ്ട്, കേടായതൊന്നും അല്ല കേട്ടോ. പിന്നെ ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കുവേ. അതിനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പച്ചച്ചവ ആർക്കും ഇഷ്ടമല്ലേ ബീറ്റ്റൂട്ടിൻ്റെ, ഈ പിള്ളേരൊന്നും കുടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണേ. ഒറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയായിരിക്കും. ഞാനിങ്ങനെ വിസിലടിപ്പിക്കാറാണ് പതിവ്. പിന്നെ 3 സ്പൂൺ പഞ്ചസാര. ഇതെന്ന് പറഞ്ഞാൽ കുഴിഞ്ഞിരിക്കുന്ന സ്പൂണാണേ. ശരിക്കും ചെറിയ സ്പൂണിലൊക്കെ എടുക്കുന്നതെങ്കിൽ ഒരു 5 സ്പൂണൊക്കെ വേണമായിരിക്കും. പിന്നെ അവനവൻ്റെ മധുരത്തിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമ്മളത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തേച്ച് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ അരച്ചെടുത്തേച്ച് നമ്മളതൊന്ന് അരിച്ചും കൂടി എടുക്കണേ. കണ്ടോ ഇത്രേ ബാക്കി വന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നാരങ്ങയുടെ ക്യൂബ് ഇരിക്കുന്നത് എടുത്തിടാം. നമ്മുടെ നാരങ്ങ ക്യൂബ് ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരെണ്ണം ഉള്ളൂ കേട്ടോ. ബാക്കി അവർ പിള്ളേർ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ച് തീർത്തായിരുന്നേ. അപ്പോൾ അത് നമുക്ക് തികയത്തില്ലാത്തതുകൊണ്ട് നമ്മളൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങയും ആ അരിപ്പ വെച്ച് അരിച്ചൊഴിക്കുക നല്ല, അല്ലെങ്കിൽ അതിൻ്റെ കുരുവും ആ ചെറിയ പിശർ പോലെയുള്ള സാധനമൊക്കെ നമ്മുടെ ജ്യൂസിലോട്ട് വീഴുവേ. അന്നേരം അത് ഒരു രസമില്ലല്ലോ. അപ്പോൾ ഈ അരിച്ചങ്ങോട്ട് ഒഴിക്കാമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതിയേ. അപ്പോൾ നാരങ്ങയുടെ ക്യൂബ് ഉണ്ടാക്കുന്നതിൻ്റെയും ഈ ഐസ് കട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കണേ. അവിടെ അതിൻ്റെ പുളിരസവും മധുരവും ഒക്കെ കറക്റ്റാണോ എന്ന് നമ്മളത് ഇച്ചിരി എടുത്ത് കുടിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ നല്ലപോലെ കൂടുതൽ എന്നാ പറയുന്നത്, ആ ഒരു ചെറിയൊരു ചവർപ്പ് പോലെ ഉണ്ടല്ലോ ഈ ബീറ്റ്റൂട്ടിന്, അതൊന്നും ഇല്ലാണ്ടിരിക്കുവേ. പക്ഷേ ഇവർക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് ഇടുന്നത്. ഇച്ചിരി പുളിരസത്തിൻ്റെ കുറവുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആ ഒരു ക്യൂബും കൂടി ഇടുന്നുണ്ട്. ഈ ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ഗ്ലാസ്സിനുള്ള നാരങ്ങ വെള്ളത്തിനുള്ള ക്യൂബ്. അതൊക്കെ ഞാൻ നമ്മുടെ മറ്റേ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. നാരങ്ങ വെള്ളത്തിൻ്റെ ക്യൂബ് ഉണ്ടാക്കുന്ന വീഡിയോയെ. പിന്നെ ഇതിന് തണുപ്പില്ലല്ലോ. അപ്പോൾ തണുപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും തണുപ്പ് വേണ്ടാന്ന് പറഞ്ഞു. നമ്മുടെ ഫ്രിഡ്ജിൽ ഈ വെള്ളത്തിന് പകരം നമ്മൾ കുറച്ച് വെള്ളമോടെ ചേർത്തല്ലോ അരച്ചത് കൂടാതെ. അപ്പോൾ ആ വെള്ളത്തിന് 3 ഗ്ലാസ് വെള്ളം കേട്ടോ ചേർത്തേക്കുന്നത്. വെള്ളത്തിന് പകരം നമ്മൾ ഈ ഒരു ക്യൂബ് എടുത്തിട്ടാൽ മതി. ഇത് ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഈ നാരങ്ങയുടെ കൂടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. നല്ല വെള്ളം എടുത്ത് ഫ്രീസ് ചെയ്തെടുത്താൽ മതിയേ. അപ്പം നല്ല ജ്യൂസാകട്ടെ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം വീണ്ടും കാണാം.